സുധി മരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ജീവിതം മാറി മറിഞ്ഞത് സുധിയുടെ ഭാര്യയായിരുന്ന രേണു സുധിയുടേതാണ്. എന്നാൽ അതേസമയം അത്രയും അധികം വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് രേണു. ഒറ്റയ്ക്ക് ഒരു പെണ്ണ് എങ്ങനെ ജീവിച്ചു കാണിക്കണമെന്ന് തെളിയിച്ചു കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് രേണു സുധി. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും പുനർവിവാഹം ഉണ്ടാവില്ല, ഞാൻ സുധിച്ചേട്ടനെ മാത്രമേ വിചാരിച്ച് ജീവിക്കൂ അവസാനം വരെ, അതെന്തൊക്കെ സംഭവിച്ചാൽ അത് മാറില്ല, സുധിച്ചേട്ടനാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് നടന്ന രേണു ആവട്ടെ ഇപ്പോഴിതാ പുനർവിവാഹത്തെക്കുറിച്ചുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു എന്നും സത്യം പറഞ്ഞാൽ ഒരു കൂട്ട് വേണമെന്ന് മനസ്സ് ആഗ്രഹിക്കുന്നുവെന്നുമാണ് ഇപ്പോൾ രേണു പറയുന്നത്. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണമെന്ന് തോന്നി തുടങ്ങി. ഒരു കൂട്ട് വേണമെന്ന് മനസ്സ് ആഗ്രഹിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള വാക്കുകളല്ല ഇപ്പോൾ രേണു പറയുന്നത്. അന്ന് സുധിച്ചേട്ടനായിരുന്നു രേണുവിന് എല്ലാം. പക്ഷെ അതേസമയം ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. രേണുവിന് ആഗ്രഹിക്കുന്ന വ്യക്തിയെ രേണുവിന് ധൈര്യമായി വിവാഹം കഴിക്കാം. അത് രേണുവിൻ്റെ മാത്രമുള്ള ജീവിതമാണ്. അതിന് ആരും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് രേണുവിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേർ എത്തുന്നത്. നേരത്തെ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ അവരെ വിവാഹം കഴിക്കുമെന്നാണ് രേണു പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്താണ് മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.